الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ മുഅ്മിനൂനിലെ 17ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കി. ഇനി 18ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരിക്കലേ ആയിഷ റളിയല്ലാഹു തആല അൻഹ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹിൻ്റെ റസൂൽ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയാണ്, വളരെ വിഷമത്തോടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പോൾ കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ്, ശരീരത്തിന് വല്ല വേദനയോ അസുഖമോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസമോ എന്തെങ്കിലും ഉണ്ടോ? എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, റസൂലേ, ഞാൻ കരയുന്നത് പരലോകത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്, നരകത്തെക്കുറിച്ചൊക്കെ ബേജാറായിട്ട് കരയണം, മരണത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കരയണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നബിയെ, താങ്കളെ കുടുംബത്തെ അവിടെ വെച്ച് ഓർക്കുമോ എന്ന് ചോദിച്ചു. നബിയെ, താങ്കളെ കുടുംബത്തെ പരലോകത്ത് വെച്ച് ഓർക്കുമോ എന്ന് ചോദിച്ചു. ഓർക്കുമോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാബിയോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ മറുപടിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ആയത്തിൽ പരാമർശിക്കാൻ പോണ കാര്യങ്ങൾ. നമ്മൾ പഠിക്കാൻ പോകുന്ന 18ാമത്തെ ആയത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശമുണ്ട്. ആയത്തൊന്നുമില്ല, ആയത്ത് മഴയാണ്. അള്ളാഹ് ഭൂമിക്ക് മഴ വർഷിപ്പിക്കുന്നത്, വെള്ളം ഇറക്കണതൊക്കെയാണ്. പക്ഷേ ആ ആയത്തിനെ നമ്മൾ തദബ്ബുർ ചെയ്ത് പഠിക്കുമ്പോൾ ഒരുപാട് മെസ്സേജ് നമുക്കതിന് കിട്ടാണ്ട്. ആ മെസ്സേജാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞത്. എന്താ ആയിഷ ബീവി ചോദിച്ചത്? നബിയെ, താങ്കൾ കുടുംബത്തെ പരലോകത്ത് ഓർക്കുന്നു. അപ്പോൾ റസൂൽ പറയാണ്, ആയിഷ, മൂന്ന് സന്ദർഭത്തിൽ ഒരാളും വേറെ ഒരാളെയും ഓർക്കൂല. 3 സന്ദർഭത്തിൽ ഒരാളും വേറെ ഒരാളെയും ഓർക്കൂല. ഒന്നാമത്തെ സന്ദർഭം, അവനവൻ്റെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന തുലാസിൻ്റെ മുന്നിൽ, മീസാനിൻ്റെ മുന്നിൽ അവനവൻ്റെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്നിടത്ത് അവിടെ ഒരാളും വേറൊരാളെയും നോക്കൂല. ആയിഷ ബീവി ചോദിക്കണത് അള്ളാഹിൻ്റെ റസൂലിനോടാണ്, നിങ്ങളെ കുടുംബത്തെ ഓർക്കുമെന്നാണ് ചോദിക്കണത്. അപ്പോഴാണ് റസൂലിൻ്റെ മറുപടി. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അമലുകൾ, ആ അമലുകൾ അവനവന് മാത്രമാണ്. നമ്മളെ കർമ്മങ്ങൾ തൂക്കും, നമ്മളെ കർമ്മങ്ങൾ കണക്കാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്നതും ഈ സംസാരം കേൾക്കുന്നതും നമ്മളെ മുന്നിൽ മറച്ചു വെച്ച ഖുർആനും ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം സത്യമാണ്, ഒരു സംശയം വേണ്ട. കർമ്മങ്ങൾ കണക്കാക്കും. ആ കണക്കാക്കുന്ന സമയത്ത് ഒരാളും ഒരാളെയും ഓർക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഓർക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തുൽ മുഅ്മിനൂനിൽ തന്നെ നമുക്ക് വരാൻ പോണ ഒരായത്താണ്. അതായത് ഒരാളുടെ നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുമ്പോൾ നന്മ കുറച്ച് കുറവാണ്, തിന്മ കൂടുതലാണ്. അപ്പോൾ ആ നന്മ കൂടുതലുള്ള ഒരാളോട് കുറച്ച് തിന്മണ്ടല്ല, ഈ പിന്നെ എയർപോർട്ടിൽ ചെന്നാൽ ഈ ലഗേജ് കൂടുമ്പോൾ, ലഗേജ് ഇവർ നിശ്ചയിച്ച വെയിറ്റിനേക്കാൾ കൂടുമ്പോൾ ലഗേജ് കുറഞ്ഞൊരാളോട് നമ്മളെ ലഗേജ് ഒന്നും നിങ്ങളതിൽ വിടുമെന്ന് ചോദിക്കുമല്ലോ.
കർമ്മങ്ങൾ കുറഞ്ഞുപോയ ആളുകൾ, നന്മകൾ കുറഞ്ഞുപോയ ആൾക്കാർ, തിന്മകൾ കൂടുതലുള്ള ആളുകൾ, നന്മ കൂടിയ ആൾക്കാർ ചോദിക്കും. പക്ഷെ ആ ചോദിക്കുന്ന ആൾക്കാർ ആരാന്നറിയാം? ചില്ലറക്കാരല്ല. എയർപോർട്ടിലൊക്കെ ചെന്നാൽ കൂടെ ഉള്ളവരാണെങ്കിൽ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്ത്യയിലെ ശല്യമൊക്കെ അങ്ങോട്ട് ചെയ്താൽ മതി, അങ്ങനെ മക്കളും കുടുംബമൊക്കെ ആണെങ്കിൽ. പുറമുള്ള ഒരാളാണെങ്കിൽ ചോദിക്കണം, അല്ലേ? എന്നാൽ ഇവിടെ ഈ ചോദിക്കുന്നത് ആരോടാണെന്നറിയോ? ആരോടാ? കുർബ. അള്ളാഹ് പറഞ്ഞ യുഹ്മൽ മിൻ ഷൈഇൻ, ഒരു അല്പം പോലും, ഒരു ഗ്രാം പോലും, ചെയ്യുന്ന വളരെ കുറച്ചാണ്, ഒരു ഗ്രാം പോലും തിന്മയുടെ ഭാരം ഏറ്റെടുക്കാൻ അവർ തയ്യാറാവില്ല. രണ്ടാമത്തെ ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് കർമ്മരേഖകൾ കയ്യിൽ തരും. കിതാബ്, അവനവൻ്റെ ഗ്രന്ഥം കയ്യിൽ തരുമ്പോൾ ആ സമയത്ത് ഒരാളും ഒരാളെയും നോക്കൂല. കാരണം എന്താ അറിയോ? എന്താ കാരണം? നന്മ അധികരിച്ച് കിട്ടിയ ഒരാൾക്ക് അയാളെ ഗ്രന്ഥം ഇങ്ങനെ മറച്ചു നോക്കുന്ന തിരക്കൈക്കാരൻ. വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയാൽ ആ വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയതിൻ്റെ അവസ്ഥ എന്താ? കിതാബിയ, എന്നിട്ട് വരി നിന്റെ അത് വായിച്ചു നോക്കി. വേറൊരാൾ നോക്കാൻ സമയമില്ല, അത് വായിച്ചു നോക്കി. ഇന്നേ വനന്തു അന്നേ മുലാക്കിൻ ഹിസാബിയ, ഞാനിങ്ങനെ ഈ ഹിസാബ് ഉണ്ടാകും, വിചാരണ ഉണ്ടാകും എനിക്ക് ഉറപ്പായിരിക്കും. അങ്ങനെ ഉറപ്പായതുകൊണ്ട് ഞാൻ അത് വിചാരിച്ചിട്ട് തന്നെയാണ് ജീവിച്ചത്. എൻ്റെ മനസ്സതുണ്ടായിരുന്നു. ഞാൻ ജീവിക്കുമ്പോൾ എന്നോട് ചോദ്യം ചെയ്യും, ഞാൻ ഈ വാക്ക് പറഞ്ഞാൽ, ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ, ഞാനിത് പിന്നേക്ക് മാറ്റിവെച്ചാൽ ചോദ്യമുണ്ടാകും എന്ന ഉറച്ച ഓർമ്മ എനിക്കുണ്ടായിരുന്നു. ആ ഓർമ്മയോടുകൂടിയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഗ്രന്ഥം വലത് കയറി കിട്ടി. അപ്പോൾ ഓനത് വായിക്കണ സന്തോഷത്തിലാണ്. അതേ സമയത്ത് ഇടത് കയറി കിട്ടേണ്ട അവസ്ഥ എന്താ? അമ്മാമൻ ഊത്തിയ കിതാബ് ബിഷിമാലി ഫയഖൂലു യാ ലൈതനീ ലം ഊത്തിയ കിതാബ, ഈ ഗ്രന്ഥം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ, വലം അദ്രി മാ ഹിസാബിയ, എൻ്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, തീർന്നിരുന്നെങ്കിൽ, മാ ഗിന അന്നീ മാലിയ, എൻ്റെ മുതൽ മുഴുവനും വെറുതെ, ഹലക അന്നീ സുൽത്താനിയ, അധികാരം മുഴുവനും പോയി, സ്ഥാനം മുഴുവനും പോയി. ഈ സമയത്ത് ഒരാളും ഒരാളെ നോക്കൂല. നബി പറയാണ്, ആയിഷ ബീവിയോട് പറയാണ്, മൂന്നാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ നരകത്തിന് അഭിമുഖമായി അള്ളാഹു സിറാത്ത്, ആ സമയത്ത് ഒരാളും ഒരാളെയും നോക്കൂല, അവനവൻ്റെ കാര്യം മാത്രമേ. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 18ാമത്തെ ആയത്ത്, നമ്മളെ ഈ പഠന സിസ്റ്റപ്രകാരം ആദ്യം നമ്മൾ ആയത്ത് നിയമങ്ങൾ പഠിക്കും, തജ്വീദ് നിയമങ്ങൾ പഠിക്കും, ഗ്രാമർ, അതിൻ്റെ പദങ്ങൾ, അർത്ഥങ്ങൾ പഠിക്കും, നിയമങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കൊക്കെ കടക്കുക. അപ്പം ഈ ആയത്തിനെ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ കൊണ്ട് നമുക്ക് തദബ്ബുർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനത് പറഞ്ഞിട്ടാണ് ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ പഠിച്ച് തീർത്ത ആയത്തുണ്ട്, ആ ആയത്തിൻ്റെ വിഷയം എന്തായിരുന്നു? എന്തായിരുന്നു ആയത്ത്? എന്തായിരുന്നു ആയത്തോതിക്കൊളി? ഫൗഖക്കും സബഅ ത്വറാഇക വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. ഞാൻ അറിയാതെ നമ്മളെ ഖുർആൻ ക്ലാസിൻ്റെ ഗ്രൂപ്പിൽ ഒരു അറബി വീഡിയോ ഇട്ടിരുന്നു. ഇത് കേട്ടല്ലോ, ഒരു വീഡിയോ. അതിൽ നമ്മൾ ഇവിടെ പഠിച്ച ആയത്തുകളെ ഫുള്ള് പറഞ്ഞത് നമ്മളിവിടെ, അത് അറേബ്യൻ ചാനലാണ്, ഇവിടെ നമ്മൾ പഠിച്ച് തീർത്ത ആയത്തുകളാണ് പറഞ്ഞത്. എന്താണ് അതിൽ കണ്ടന്റ്? 7 തവണ അള്ളാഹു തആല 7 ആകാശത്തെ പടച്ചത് ഖുർആനിൽ 7 തവണ ആവർത്തിച്ചു. 7 തവണ ആവർത്തിച്ചു. എന്നിട്ട് ആ ആയത്തുകൾ ഓരോന്നും പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനം പറയുന്നത്
7 ആകാശത്തിന് മുകളിൽ നിന്ന് 7 ആകാശത്തെ പടച്ചവൻ ആരാണോ ആ പടച്ചവൻ ഇറക്കിയതാണ് ഖുർആൻ. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ സന്ദേശം. 7 ആകാശത്തെ പടച്ചവൻ ആരാണോ ആ 7 ആകാശത്തെ പടച്ചവനാണ് ആകാശലോകത്ത് നിന്ന് എന്തിറക്കിയത്? ഖുർആൻ ഇറക്കി തന്നത് എന്നതാണ് അതിൽ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാണ് നമ്മൾ ആ ആയത്തിന് നമ്മൾ അങ്ങനെ പഠിച്ചത്. അതിൽ ഓരോ ആകാശത്തുമുള്ള അള്ളാഹുവിൻ്റെ അമ്രിനെ കുറിച്ച്, മലക്കുകളെക്കുറിച്ച്, മലക്കുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ വിശദീകരിച്ചു. ഇനി അള്ളാഹു തആല ഒരു ആകാശത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആകാശത്തു നിന്ന് ഇറക്കിത്തരുന്ന മഴയെക്കുറിച്ച് പറയാം. മഴയെക്കുറിച്ചും ആ മഴയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. പക്ഷേ ആ ഒരു മഴ എന്താണ് എന്നും മഴയുടെ പ്രത്യേകത എന്താണ് എന്നും പറയുന്ന ശാസ്ത്രമല്ല ഇവിടെ. മറിച്ച് ഒരു തുള്ളി വെള്ളം, കേട്ടോളൂ, ഒരു തുള്ളി വെള്ളം ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ, അത് ചാറൽ മഴ ആകട്ടെ, പേമാരിയാകട്ടെ, എത്ര വലിയ ശക്തമായ മഴയാകട്ടെ, ചെറിയ മഴ ആകട്ടെ, ഓരോ തുള്ളി വെള്ളവും നമുക്കൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്, ഒരു വലിയ ആശയം നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളാണ് അത്. ഓരോന്നോരോന്നായിട്ട് ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് നോട്ട് പറഞ്ഞു തരും. അത് ആ പഠനം നമ്മളെ അമലുകൾ വർദ്ധിപ്പിക്കാനുള്ളതാണ്. നാളെ നമ്മളെ കർമ്മരേഖകൾ കയ്യിൽ കിട്ടുമ്പോൾ നന്മയുടെ ഭാഗത്ത് കർമ്മങ്ങൾ കൂടാനുള്ളതാണ്. ഒരാളും നമ്മളെ നോക്കാനില്ലെങ്കിൽ പോലും, ഒരാളും പരിഗണിക്കാനില്ലെങ്കിൽ പോലും സിറാത്തിലൂടെ ധൈര്യസമേതം പോകാനുള്ളതാണ്. കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുമ്പോൾ നന്മ കുറയുമെന്ന് പേടി വേണ്ട. നന്മ കൂടുതലായിട്ട് ആ നന്മ കൂടിയവരുടെ കൂട്ടത്തിൽ പോകാൻ പറ്റും. അതിന് വേണ്ട കാര്യങ്ങൾ അല്ലാഹു തആല ഇതിൽ പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആയത്തിലേക്ക് വരാം. 18-ാമത്തെ ആയത്ത് എല്ലാവരും കാണണം, എല്ലാവരും മറച്ചു വെച്ചോളൂ. മൊബൈലിൽ അല്ലെങ്കിൽ ഖുർആനിൽ എല്ലാവരും മറച്ചു വെക്കണം. 18-ാമത്തെ ആയത്ത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. മക്കളെ കയ്യിൽ ഖുർആനില്ലേ? മൊബൈലിൽ ഖുർആനില്ലേ? ഞാൻ ആദ്യം വായിക്കാം, അത് ശ്രദ്ധിക്കാം, എന്നിട്ട് ഞാൻ ഖിറാഅത്ത് കേൾപ്പിക്കാം. വഅൻസൽന, അൻ എന്ന് പറയരുത്, അൻ എന്ന് നൂന് വെളിവാകരുത്. അവിടെ നൂന് ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യാൻ അവ്യക്തമാക്കണം, സൈലൻ്റാണ്. എന്നിട്ട് അവിടെ ഉന്നത്ത് കൊടുക്കാം, മണിക്കാ വേണ്ടത്. വഅൻസൽന, ഇങ്ങനെയാണ്. വഅൻസൽന, അന്ന് പറയരുത്. അൻ എന്ന്, അതായത് നൂന് എവിടുന്നാ വരുന്നത്? നൂന് നമ്മുടെ മേലെ പിന്നെ അണ്ണാക്കും നമ്മളെ ഈ പല്ലിൻ്റെ മോണയുടെ അറ്റവും നാവിൻ്റെ അറ്റവും അവിടെ ഇവിടെ ഊതും, അവിടെ തട്ടാൻ പാടില്ല. അവിടെ തട്ടരുത്, തട്ടിയാൽ പോയി. ആ നാവ് നടുവിൽ പിടിച്ചാൽ മതി. വഅൻസൽന, ഇങ്ങനെയാണ്. വഅൻസൽന മിനസ്സമാ, സമാ എന്നുള്ളിടത്ത് മദ്ദാണ്, നീട്ടണം. സമാ 6 ഹർക്കത്ത് നീട്ടണം. മിനസ്സമാഇ മാഅം, അവിടെ മാ എന്നുള്ളിടത്ത് നീട്ടണം. സമാഇൻ്റെ നിയമം നീട്ടണം, മാഇൻ്റെ നിയമം നീട്ടണം. അതിനുശേഷം മാഅം ബിഖദരിൻ, ശരിക്കും അവിടെ മാഅൻ എന്നാണ്. എന്താണ്? മാഅൻ എന്നാണ്. മാഅൻ എന്ന് പറയണമെങ്കിൽ 2 തൻവീന്, 2 വര വേണം, അല്ലേ? വേണ്ടേ? അപ്പോൾ അവിടെ 2 വര ഉണ്ടാവില്ല, 1 വര ഉണ്ടാവും. പിന്നെ 1 വരൻ്റെ മേലെ ഒരു ചെറിയ മീമുണ്ട്, ഉണ്ടോ? അതിൻ്റെ കാരണം എന്താ അറിയോ? അതിൻ്റെ ശേഷം വന്ന അക്ഷരം ബാ ആണ്. ഇതാണ് ബാ. അപ്പം തൻവീനിന് ശേഷം ബാ വരുമ്പോൾ നിയമത്തിൻ്റെ പേര് ഇഖ്ലാബ് എന്നാണ്. എന്താണ്? ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തെ വേറെ ഒരു അക്ഷരമാക്കി മാറ്റാം. ഉന്നത്ത് കൊടുക്കും വേണം, ഇഖ്ലാബ് കൊടുക്കണം, ഉന്നത്തും വേണം. അപ്പം മാ എൻ എന്ന് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ? മാ അം, ചുണ്ടടപ്പ് കൂടണം. മാ അം, നൂനിനെ മീമാക്കി മാറ്റണം. തൻവീനിൻ്റെ നൂനിനെ മീമാക്കിയിട്ട് മാറ്റണം. അപ്പം മാ അം ബിഖദരിൻ, മാ അം ബിഖദരിൻ, മീമിനെ നീട്ടും വേണം. മാ എന്ന തൻവീനിനെ മീമാക്കി മാറ്റണം. എന്നിട്ട് ഉന്നത്ത് കൊടുക്കണം.
മനസ്സിലല്ലേ? വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ എന്ന് പറയരുത്. ബിഖദരിൻ ഫ, തൻവീന് ശേഷം ഫ ആണ്. സാക്കിന നൂനിന്റെ അതേ നിയമം ഇഫ്ഫാവും ബിവന്നാണ്. അപ്പം ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ്, ഫഅസ്കന്നാഹു ഫിൽ അർദ്, സദ്ദുള്ള നൂനിന് ഉന്നത്ത് കൊടുക്കണം. ഫഅസ്കന്നാഹു ഫിൽ അർദ്, തലക്ക് നോക്കട്ടെ. വഅൻസൽനാ മിനസ് മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ്. ബാക്കി വഇന്നാ അലാ ദഹാബിൻ ബിഹി, നേരത്തെ പറഞ്ഞതേ നിയമം. ദഹാബിൻ ബി, തൻവീന് ശേഷം ബ ആണ്. അവിടെ ഇഖ്തിലാബും ബി കൊണ്ട് നേരത്തെ പറഞ്ഞതേ നിയമം. ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അവിടെ തൻവീനിന് ഒരു ആ ബിൻ എന്ന കസ്റത്തുൽ മീം ഉണ്ടല്ലേ, ആ മീം എന്തിന്റെ ഇഖ്തിലാബ് എന്നതിന്റെ നിയമം, ആ നിയമത്തെ സൂചിപ്പിക്കാനാണ് എന്ത്, നൂനിനെ മീമാക്കി മാറ്റുക, നൂനിനെ മീമാക്കി മാറ്റുക. ദഹാബിൻ ബിഹി ലഖാദിറൂൻ, ഇങ്ങനെയാണ്. ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ഇനി ഞാൻ ഖിറാഅത്ത് കേൾപ്പിക്കാം, കൂടെ ആവർത്തിച്ചോതുക. ഓതുമ്പോൾ ഈ നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം കാണാതെ പഠിക്കാനും കൂടി ശ്രമിക്കുക. ചോറുന്ന സമയമാണ്, നല്ല ഉറക്കം വരാൻ സാധ്യതയുള്ള സമയമാണ്, നല്ല ചൂടാണ്, ഒക്കെയാണ്. അപ്പം അതിനനുസരിച്ച് കൂലി കിട്ടും പഠിച്ചുകൊണ്ടിരിക്കല്. പ്രതികൂല സാഹചര്യത്തിനനുസരിച്ച് കൂലി കിട്ടും. നല്ല ഉഷാറുള്ള, നല്ല പിന്നെ തണുപ്പുള്ള, നല്ല പിന്നെ ഉറക്കൊന്നും വരാത്തൊരു സമയത്ത് ഖുർആൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി എപ്പോഴാണ് ഒരു പ്രയാസമുള്ള, ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഖുർആൻ പഠിക്കാൻ വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂലി റബ്ബിനടുക്കൽ കൂടും, പ്രതിഫലം കൂടും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഊതുക. അവിടെ ഫിൽ അർളി എന്നുള്ളിടത്ത് ഖുറാനിലെ ഒരു സ്വാദിലാമ് ചെറിയൊരു സ്വാദിലാമ് കാണാം. അതിൻ്റെ അതെന്തിനാന്ന് ചോദിച്ചാൽ പാരായണ നിയമത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ്. അവിടെ നമുക്ക് നിർത്താം, പക്ഷെ ചേർത്ത് ഓതലാണ് നല്ലത്. നിർത്താം, അവിടെ നിർത്താം, പക്ഷെ ചേർത്ത് ഓതലാണ് നല്ലത്. ചില സ്ഥലത്ത് കാഫിലാമ് കാണും, അവിടെ നിർത്താം, ചേർത്ത് ഓതാം, പക്ഷെ നിർത്തലാണ് നല്ലത്. അതേല്ലേ? അതെ, ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ സിലത്താണ് ചേർത്ത് ഓതാം. നിർത്താം, പക്ഷെ എന്താണ്, ചേർത്ത് ഓതലാണ്. പക്ഷെ ഇവിടെ കാര്യം നിർത്തുകയാണ്. നിർത്തണം. അപ്പം നിർത്താം, അങ്ങനെ ഓതാം. ഇനി അത് വേറെ ഖിറാഅത്ത് ഞാൻ കേൾപ്പിക്കാം. അപ്പം ചേർത്ത് ഓതുകയും ചെയ്യാം, നിർത്തുകയും ചെയ്യാം. അതാണ് സ്വാദിലാം. ഒരാളെ ഇനിപ്പാടെ ചേർത്ത് ഓതിയാൽ നല്ലതാണ്, നിർത്തിയാൽ അതും നല്ലതാണ്. മനസ്സിലല്ലേ പറഞ്ഞത്? ഇനി അതേപോലെ തന്നെ ഇന്ന എന്നുള്ളിടത്ത് നമ്മൾ ശരിക്ക് എന്ത് ചെയ്യണം, ഉന്നത്ത് കൊടുക്കണം. ശ്രദ്ധുള്ള നൂനാണ്. ശരി. وإنا على ذهاب به لقادرون
وإنا على ذهاب به لقادرون وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്ത് നമ്മുടെ ഇതേപോലെയുള്ള നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് വരുന്ന നമ്മുടെ ഒരു ഖുർആൻ പഠിതാവ് വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, നമ്മളെ നാട്ടിൽ MES, ഇവിടുത്തെ MES അവിടുത്തെ MES ഒന്നാണെന്ന് എനിക്കറിയില്ല, നാട്ടിൽ MESൻ്റെ പിന്നെ ആ ഭാഗത്ത് തിരൂർ ആ ഭാഗത്ത് ചെയർമാനൊക്കെ ആയിരുന്നു അദ്ദേഹം, VP മൊയ്തീൻ സാഹിബ്. അപ്പം അദ്ദേഹം പിന്നെ സ്ഥിരമായി വർഷങ്ങളായിട്ട് ഖുർആൻ ക്ലാസ്സിൽ വരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം വരാൻ തുടങ്ങിയത് അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് 80 വയസ്സിൻ്റെ അടുത്തുണ്ട്. അദ്ദേഹം ഒരു പിന്നെ 60 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക വേഷമൊക്കെയാണ് അദ്ദേഹത്തിന്. അത് ഈ പിന്നെ സർഫാണി എന്നും പറയും, പിന്നെ വേറെ ഒരു ഇന്നലെ ഇവിടെ കയറിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഡ്രസ്സൊക്കെയാണ് അദ്ദേഹം സ്ഥിരമായിട്ട് ആ ഡ്രസ്സിൽ അദ്ദേഹത്തെ കാണുള്ളൂ. പിന്നെ സഫാരി കോട്ട്, സഫാരി അതിട്ടിട്ടുള്ള അദ്ദേഹത്തെ കാണുള്ളൂ. അങ്ങനെ നല്ല പ്രഭാവമുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം അദ്ദേഹം ക്ലാസ്സിൽ ആദ്യം വന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഖുർആൻ ശരിക്ക് നോക്കി അദ്ദേഹത്തിന് ഇങ്ങനെ ഈ അതിൻ്റേതായ മട്ടത്തിന് ഓതാൻ അറിയില്ല. അപ്പം അദ്ദേഹം എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, പിന്നെ ഉസ്താദ് എനിക്കിങ്ങനെ ഇവരെ അറിയപ്പെട്ട ഒരാളാണ്, നല്ല ഉയർന്ന പൊസിഷനിലുള്ള ഒരാളാണ്, MESൻ്റെ ആ ഭാഗത്ത് ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഒരു ഉയർന്ന പൊസിഷനിലുള്ള അറിയപ്പെട്ട ഒരാളാണ്, നല്ല ഭൗതിക വിജ്ഞാനമുള്ള നല്ല അറിവുള്ള ആളാണ്, ഒരുപാട് നന്നായി പഠിച്ച ഒരാളാണ്. അപ്പോൾ മൂപ്പര് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഓതാൻ ശരിക്കും ഇങ്ങോട്ട് അതിൻ്റെ മട്ടത്തിന് ഓതാൻ കഴിയില്ല, ഒരു പ്രയാസമുണ്ട് എനിക്ക്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് ഖുർആൻ ക്ലാസ്സിൽ വരിക, നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ ഈ ഖുർആൻ പഠിക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ക്ലാസ്സിലായിട്ട് നിങ്ങൾ ഇരിക്കണ്ട. നമ്മളെ ക്ലാസ്സുകൾ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ, നമ്മളെ ഓരോ ക്ലാസ്സും ഇങ്ങനെ ഓരോ ആയത്ത് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഭംഗിയായിട്ട് ഓതാൻ പറ്റും, യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന, കാണാതെ അറിയാവുന്ന ചില സൂറത്തുകളുണ്ടല്ലോ. ഞാൻ എൻ്റെ ഉപ്പയും ഇതേപോലെ ഒരു തവണ എന്നോട് പറഞ്ഞൊരു അനുഭവം എനിക്കുണ്ട്. ആ സമയത്ത് ഉപ്പാക്കും ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ചെറിയ സൂറത്തുകളുണ്ടല്ലോ, ഈ അറിയുന്ന ആ സൂറത്തുകൾ എന്ത് ചെയ്യുക, ഖുർആൻ നോക്കിയിട്ട് ഊതുക. കുലാദു റബ്ബിന്നാസ്, കുലാദു റബ്ബിൽ ഫലക്. അപ്പോൾ അവിടെ കുലാദു റബ്ബിൽ ഫലക് എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്ന ആ അക്ഷരങ്ങളൊക്കെ വേർതിരിച്ചറിയാൻ പറ്റും, അറിയണ സൂറത്ത്. അങ്ങനെ നിങ്ങളൊരു പരിശ്രമം വേറെ നടത്തി. ഏതാനും പിന്നെ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലം കൊണ്ട് അദ്ദേഹം നന്നായിട്ട് ഖുർആൻ, അത് മാത്രമല്ല നല്ല ഖിറാഅത്തുള്ള സ്ഥലം നോക്കി അദ്ദേഹം യാത്ര ചെയ്ത് പോകും. ഇപ്പോൾ വെള്ളിയാഴ്ച ജുമാക്കൊക്കെ അദ്ദേഹം ആലത്തിയൂർ പള്ളിയിലേക്ക് പോവുക. കുറേ ദൂരമാണ്, ഓട്ടോറിക്ഷയൊക്കെ മക്കൾ കൊണ്ടാകാനൊന്നില്ലെങ്കിൽ സ്വന്തം ഓട്ടോ വിളിച്ചിട്ട് ദൂരം പോകും, കുറേ കിലോമീറ്റർ പോകണം. എന്നിട്ട് അവിടെ നല്ല ഖിറാഅത്താണ്, നല്ല ഓത്താണ്, അത് കേൾക്കാനായിട്ട് അദ്ദേഹം പോകും. അതിന് ഇഷ്ടപ്പെട്ടു. എന്നിട്ടിപ്പോൾ കുറച്ചൊരു ഏകദേശം ഇപ്പോൾ ഒരു 2 കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് അദ്ദേഹത്തിന് ക്ലാസ്സിന് വരാൻ കഴിയലില്ല. അദ്ദേഹത്തിന് ഷുഗർ കൂടി, കാലിലൊക്കെ വലിയ വ്രണങ്ങൾ വന്ന് വലിയ മുറിവുണ്ടായി, ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം നമ്മുടെ ക്ലാസ് ഒരു സ്റ്റെപ്പിൻ്റെ മേലെയാണ്, ഒരു ചെറിയൊരു കോണി കയറണം, അതിൻ്റെ മേലെ കയറാൻ കഴിയില്ല. അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ പോകും, കാണാൻ വേണ്ടി പോകും. മൂപ്പര് പറയുന്നൊരു വാക്കുണ്ട്, മൂപ്പര് ഓൺലൈനിൽ ഇത് കേൾക്കുന്നുണ്ട്, പഠിക്കണമൊക്കെ ഉണ്ട്. പക്ഷെ മൂപ്പര് പറയണേ, ഉസ്താദേ ഈ ഓൺലൈനിൽ കേട്ടിട്ടൊന്നും ഒരു സുഖം കിട്ടണില്ല. അത് ഒരു സദസ്സിൽ വന്നിരുന്നും കണ്ട്
ഒരു സദസ്സിൽ വന്നിരുന്ന് മുഖാമുഖം ഇരുന്ന് പഠിക്കണ ഒരു സുഖം ഇതിൽ കേട്ടിട്ട് കിട്ടണില്ല. എനിക്ക് ആ സ്റ്റെപ്പ് കയറാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കാണാൻ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ഷുഗറോ അദ്ദേഹത്തിൻ്റെ രോഗമോ വലിയ മുറിവുണ്ടായിട്ട് ആ മുറിവിൻ്റെ വേദന അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം ഒന്നും അദ്ദേഹം പറയില്ല. അതൊന്നുമല്ല, അയാളെ പ്രയാസം ഖുർആൻ ക്ലാസ്സിന് വരാൻ കഴിയാത്തൊരു പ്രയാസം മാത്രം പറയാം. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. ഞാൻ ഇന്നലെ രാവിലെ നമ്മളെ താന്നൂരിലെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ജനാസ കണ്ട് അവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഒക്കെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ്. 12 മണിക്ക് ഉച്ചയ്ക്ക് മകൻ വന്നിട്ട് എടുക്കുള്ളൂ. അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ചു. ഒരു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ പുഞ്ചിരിയും ആ പ്രസന്നതയും അതേപോലെ ചിരിച്ചു കിടക്കുന്നത് പോലെയുള്ളൊരു മയ്യത്ത്. ഇതിന് അദ്ദേഹത്തിൻ്റെ ഈ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഏതാനും വർഷങ്ങൾ അള്ളാഹിൻ്റെ കലാമിനെ സ്നേഹിക്കാൻ കഴിഞ്ഞത് മതി അദ്ദേഹത്തിന്. ആലോചിച്ചത്. കാരണം അള്ളാഹുവിൻ്റെ കലാമിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹിൻ്റെ കലാമിനെ സ്നേഹിക്കുന്നു, അള്ളാഹിൻ്റെ കലാമുമായിട്ട് ബന്ധപ്പെടുന്നു, അത് പഠിക്കാൻ ഇഷ്ടം, അത് പഠിക്കാൻ താല്പര്യം, അതിനോളം ഹൈറായി മറ്റൊന്നുമില്ല. അങ്ങനെ ജീവിച്ചിട്ട് അത് മരിക്കുകയാണ്. അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത, അദ്ദേഹത്തിന് ഏറ്റവും വലിയ സങ്കടം, അദ്ദേഹത്തിന് ഒരു കുടുംബത്തിൽ സൽക്കാരത്തിന് പോകാൻ കഴിയാത്ത സങ്കടമല്ല, ബിരിയാണി തിന്നാൻ പറ്റാത്ത സങ്കടമല്ല, ഷുഗർ ഉണ്ടായിട്ട് മധുരമുള്ള വെള്ളം കുടിക്കാൻ പറ്റാത്ത സങ്കടമല്ല, ഒരു ടൂറും യാത്രയും പോകാൻ പറ്റാത്ത സങ്കടമല്ല. അദ്ദേഹത്തിൻ്റെ സങ്കടം മുഴുവനും ഖുർആൻ പഠിക്കാൻ സദസ്സിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന സങ്കടമാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിയാൽ സഹോദരങ്ങളെ രക്ഷപ്പെടും. കാരണം എന്താണെന്നറിയോ, ഇത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ ദൃഢമാക്കുകയാണ്. നമുക്ക് ഏറ്റവും വലിയ ബന്ധം ആരൊക്കെ? അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനുള്ള ഏക മാർഗം എന്താ എന്നറിയാം. ഞാനിപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധം ദൃഢാക്കൽ എങ്ങനെ? സംസാരിക്കലാണ് അല്ലേ? ഞാനിടയ്ക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കാണുമ്പോൾ വർത്താനം പറയുന്നു അല്ലേ? അങ്ങനെ വർത്താനം നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാകുക അല്ലേ? ആ വ്യക്തിയായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലേ? നമ്മളെപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ ഇഷ്ടപ്പെടുക, ഖുർആൻ. അപ്പം അള്ളാഹു നമ്മളെന്ത് ചെയ്യും? ധാരാളമായി ഇഷ്ടപ്പെടും. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടും. അതോടുകൂടി നമുക്ക് പരലോകത്തിനെ കുറിച്ച് നേരത്തെ ആയിഷാ ബീവിനോട് റസൂൽ പറഞ്ഞ ആ 3 രംഗമുണ്ടല്ലോ, ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, ആ 3 രംഗത്തും നമുക്ക് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ശരി, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥവും ആശയമൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ആയത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു 4 ഖിറാഅത്ത് കൂടി കളിപ്പിക്കാം. അപ്പോൾ അതുകൂടി കേട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ ഓതുക. ഈ കാര്യം അവിടെ ചേർത്തതാണ് ചെയ്തത്. കണ്ടാ, ഫസ്കന്നാവ് ഫിൽ അർളി എന്ന് നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ചേർത്ത് മതി.
സൂറത്തുൽ മുഅ്മിനൂനിലെ അഥവാ ഈമാൻ കിട്ടി മരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ പഠിക്കുന്ന സൂറത്ത്. നമ്മളെ മരണം എങ്ങനെ എവിടെ വെച്ച് ഏത് രൂപത്തിലാണെങ്കിലും ഈമാനോട് കൂടി മരിക്കണം എന്ന ആഗ്രഹം വെച്ചിട്ടാണ്, ആ നിയ്യത്തോടു കൂടിയാണ് നമ്മൾ എന്ത് പഠിക്കണത്, ഈ സൂറത്ത് പഠിക്കുന്നത്. ആ നിയ്യത്തോടു കൂടി പഠിക്കണ ഈ സൂറത്തിലെ ഒരായത്താണ് നമ്മൾ പലതവണ ഓതിയതും ആവർത്തിച്ചോതിയതും ഓത്ത് നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ചതും. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ആയത്തിൻ്റെ പദവിക്കനുസരിച്ച് ദറജക്കനുസരിച്ചിട്ടുള്ള പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനെ ഇതേപോലെ ഇതിൻ്റെ പഠനത്തെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഖുർആനിൻ്റെ തണലിൽ ചേർന്ന് നിന്ന് ജീവിച്ചു മരിച്ച് നാളെ റഹ്മാനായ റബ്ബിൻ്റെ അർശിൻ്റെ ചുവട്ടിൽ സമ്മേളിക്കാൻ അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.